ധ്യാന സ്വരൂപത്തിൽ വെച്ചിട്ടുണ്ട്. രണ്ട് കൈയും അപ്പോഴേ എന്താ പറയാ ചെറുതായിട്ട് ഹാർഡായിട്ടുണ്ട്. ആ കൈ അനങ്ങുന്നില്ല, രണ്ട് കൈ ഹാർഡായിട്ടുണ്ട്. ശ്വാസമില്ല മൂക്കില്, വയറിന്റെ ചലനമില്ല. സാധാരണ നമ്മൾ ചെയ്യുക ഈ ഡോക്ടറെ വിളിക്കുക, എന്നിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നിട്ട് പോറ്റിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണ സാർ അതാണ് ഞാൻ പറഞ്ഞത്. സാർ ഡോക്ടറെ വിളിക്കുന്നത് അശുദ്ധകരമാകും. ശരിക്കുമുള്ള സമാധിയില് അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടമുള്ള ഇപ്പൊ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള മകൻ, എന്റെ അനിയൻ പോറ്റിയാണ്. അതേപോലെ സമാധി എന്ന് പറഞ്ഞത് ഇഷ്ടമുള്ള ശിഷ്യന് അവരെ അടുത്ത് പറയും എന്റെ സമാധി ഇങ്ങനെയാണ്. ശരിയാണ്. പക്ഷെ നമ്മൾ ഈ അവിടെ നാട്ടുകാർ ചില ചോദ്യങ്ങൾ, മരിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സമാധിയാകാൻ പോകുന്നതിന് മുമ്പ് ഈ ഷുഗറിന്റെയും ബിപിയുടെ ഒക്കെ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു സംശയമല്ലേ സാർ? അത് നല്ലൊരു ചോദ്യമാണ് സാർ ഇപ്പൊ ചോദിച്ചത്. ഞാനിനി പറഞ്ഞു തരാം സാറ്. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗസ്ത്യർ ഗുരു എന്ന് പറയണത് ഓരോ ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഔഷധങ്ങൾ തന്നെയാണ് ഇതെല്ലാം, ഓരോ അസുഖത്തിനുള്ള മരുന്ന്. ഇത് അത് എല്ലാം ഈ അസുഖത്ത് ആരുണ്ട് സാർ? ഞാൻ പറയുന്നത് അങ്ങയുടെ പിതാവ് ഒരു യോഗി വര്യനാണ്. അങ്ങയുടെ പിതാവ് ഒരു യോഗി വര്യനാണ്. ഈ പറയുന്ന അനാകൃത ചക്രമൊക്കെ ഉണർത്താൻ കഴിവുള്ള, നമ്മുടെ ഈ ശിരസിലെ പദപ്പിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് കെട്ടി നിർത്താൻ കഴിയുന്ന വലിയ അമാനുഷികനാണ്. അപ്പൊ അമാനുഷികനായ മനുഷ്യന് ഏതെങ്കിലും ഒരു ചക്രം ഉണർത്തി ബി പി നിയന്ത്രിച്ചൂടെ?